മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. വരും സമയം നിങ്ങൾക്ക് ആയുരാരോഗ്യങ്ങളും സുഖവും സമ്പത്തും ഐശ്വര്യവും എല്ലാം വരട്ടെ എന്ന് നേരുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങളുടെ സെപ്റ്റംബർ 16 മുതൽ 22 വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും സൂര്യനും ബുധനും ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത്. സെപ്റ്റംബർ 16 വൈകിട്ട് 7:52 സൂര്യൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്കും 18 ശുക്രൻ കന്നി രാശിയിൽ നിന്നും തുലാം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ചന്ദ്രൻ ഈ ആഴ്ച കുംഭം മീനം മേടം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി ഭരണി കാർത്തിക 1-ാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ്. കരിയറിലും വ്യവസായത്തിലും ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ച കടമെടുക്കുവാൻ പാടില്ല. എടുത്താൽ ചിലപ്പോഴത് തിരിച്ചടയ്ക്കാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം എടുക്കേണ്ടി വരും. ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥ മാറ്റം കാരണം ഉണ്ടാകാവുന്ന ചെറിയ രോഗങ്ങൾ വരാൻ ഇടയുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ്. ഇടവം രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ കുറച്ച് അലസത വരാനിടയുണ്ട്. പക്ഷേ ക്രമേണ അത് കുറയുന്നതുമായിരിക്കും. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും. പക്ഷേ അതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില സമയത്ത് കാൽമുട്ടുകൾക്ക് വേദനയോ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളോ വരാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 1 ആയിരിക്കും. അടുത്തത് മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്. മിഥുനം രാശിക്കാർ ഈ ആഴ്ച ബിസിനസ്സിൽ എക്സ്പാൻഷൻ ചെയ്യുന്നതായിരിക്കും. പാർട്ട്ണർഷിപ്പിലുള്ളവർ തമ്മിൽ നല്ല ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കൂടുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിത പങ്കാളിയുടെ മാനസിക സ്ഥിതി, ഇമോഷൻ എന്നിവ മനസ്സിലാക്കി അതനുസരിച്ച് സംസാരിക്കുന്നതും പെരുമാറുന്നതും നല്ലതായിരിക്കും. കരിയറിൽ മേലുദ്യോഗസ്ഥരുമായി നല്ല ട്യൂണിംഗ് ഉണ്ടാകുന്നതാണ്. ഈ ആഴ്ച തലവേദന, ജോയിൻറ്റ് പെയിൻ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട്. കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇനി പുണർദം 4-ാം പാദം, പൂയം, ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ കരിയറിൽ പുതിയ ചാൻസുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. അതിൻ്റെ മാക്സിമം ബെനിഫിറ്റുകൾ എടുക്കുവാൻ ശ്രമിക്കണം. ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതായിരിക്കും. യാത്രകൾ ചെയ്യുന്നതാണ്. ഈ ആഴ്ച വർക്ക് ലോഡ് കൂടുന്നത് കാരണം ശരീരക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതകളുണ്ട്. അതുകൂടാതെ കുടുംബത്തോടൊപ്പം
ചിലവഴിക്കുവാൻ സമയക്കുറവും അനുഭവപ്പെടുന്നതായിരിക്കും. പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി മകം, പൂരം, ഉത്രം 1-ാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ചില ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ അല്പം കുറവ് വരുന്നതായിരിക്കും. യാത്രകൾ വർദ്ധിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. പൊതുരംഗത്ത് കൂടുതൽ ഇടപെടുന്നതല്ലായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. പ്രോപ്പർട്ടികളിലും മറ്റും ഡിസ്പ്യൂട്ടുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും. ആരോഗ്യസ്ഥിതികൾ ഈ സമയത്ത് മെച്ചപ്പെടുന്നതാണ്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ്. ഈ ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. കരിയറിൽ സന്തുഷ്ടി ലഭിക്കത്തില്ല. അത് കാരണം പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും. ബിസിനസ്സിൽ പുരോഗതിക്കുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. ഈ സമയത്ത് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ആഴ്ച അതിൽ കുറവ് വരുവാൻ സാധ്യതകളില്ല. ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചിൽ, അലർജി എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച കൂടുതൽ അധ്വാനിക്കുന്നതും അതനുസരിച്ചുള്ള റിസൾട്ടുകൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി ഉത്രം 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2, 3 പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ഇതിൽ കൂടുതലും ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതിനായിരിക്കും ചിലവാക്കുന്നത്. കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ഇത്. വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാകും. തുലാം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്ക് അനുകൂല സമയമാണിത്. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ ക്രോധം, നിങ്ങളുടെ സംസാരം എന്നിവയിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇനി വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ്. ഈ ആഴ്ച കരിയറിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇപ്പോഴുള്ള ജോലിയിൽ സ്ഥലം മാറ്റമോ പുതിയ സെക്ഷൻ, ടാസ്ക് എന്നിവ ലഭിക്കുകയോ ഇതൊന്നുമല്ലെങ്കിൽ ജോബ് ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ആകാം. ആരോഗ്യസ്ഥിതികൾ നേരത്തേതിനേക്കാൾ നല്ലതാകുന്നതായിരിക്കും. കുടുംബത്ത് പ്രായമായവരുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിൽ നല്ല സ്വരച്ചേർച്ചയും ബോണ്ടിങ്ങും ഉണ്ടാകുന്നതായിരിക്കും. സന്താനപ്രാപ്തിക്കുള്ള എല്ലാ യോഗങ്ങളും കാണുന്നുണ്ട്. ഇനി മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദമടങ്ങുന്ന ധനുക്കൂറുകാരാണ്. ധനുരാശിക്കാർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. കരിയറിൽ ചില പരിവർത്തനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കും. ഇപ്പോഴുള്ള ജോലിയിൽ ചിലർക്ക് സാറ്റിസ്ഫാക്ഷൻ അനുഭവപ്പെടുന്നതുമല്ലായിരിക്കും. വിദ്യാർത്ഥികൾ നല്ല പ്ലാനിങ്ങോടെ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകം പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കുമെങ്കിലും പുറത്തുനിന്നുമുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കടബാധ്യതകൾ ഉള്ളവർ അതെങ്ങനെ കൊടുത്തു തീർക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പ്ലാനിങ് ചെയ്യുന്നതും
അതനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ്. മകരം രാശിക്കാർക്ക് നേരത്തെ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലങ്ങൾ ഈ ആഴ്ച ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ശുഭവാർത്തകളും ലഭിക്കുന്നതായിരിക്കും. യാത്രകളും മറ്റും ചെയ്യുന്നതും അതിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. കരിയറിൽ പുരോഗതിക്കുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതാണ്. വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മകരം രാശിക്കാർ ബന്ധം സുദൃഢമാക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കണം. പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കും. ആരോഗ്യസ്ഥിതികളിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ്. കുംഭം രാശിക്കാർക്ക് പുതിയ ജോലിക്കുള്ള ഓഫറുകൾ ലഭിക്കുന്നതായിരിക്കും. കുടുംബാംഗങ്ങൾ തമ്മിൽ ബന്ധം സുദൃഢമായിരിക്കും. പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ പ്ലാനിങ്ങുകളും മറ്റ് തീരുമാനങ്ങളും ഈ സമയത്ത് എടുക്കാവുന്നതാണ്. സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരിലും കോമ്പറ്റീറ്റേഴ്സിലും എപ്പോഴും ഒരു ദൃഷ്ടിയുണ്ടായിരിക്കണം. കണ്ണടച്ച് ഈ സമയത്ത് ആരെയും വിശ്വസിക്കുവാൻ പാടില്ല. ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. സന്താനപക്ഷത്തിൻ്റെ വിദ്യാഭ്യാസം, കരിയർ, ബിസിനസ് എന്നിവയെക്കുറിച്ച് കുറച്ച് ടെൻഷൻ ഉണ്ടാകാൻ ഇടയുണ്ട്. വീക്കെൻഡിൽ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാനിടയുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. അവസാനമായി പൂരുരുട്ടാതി 4 പാദം, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ്. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ മീനം രാശിക്കാർക്ക് കുറച്ച് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും. പക്ഷേ ക്രമേണ എല്ലാം നോർമലാകുന്നതുമായിരിക്കും. ഈ ആഴ്ച നിങ്ങളിലൊരു അലസത വരാൻ ഇടയുണ്ട്. ഇന്നത്തെ പണി നാളെ ചെയ്യാം എന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകുന്നതായിരിക്കും. ഇത് മാറ്റുവാൻ ശ്രമിക്കണം. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. പക്ഷേ അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ആരോഗ്യസ്ഥിതികൾ നോർമലായിരിക്കും. വീക്കെൻഡിൽ കുടുംബസമേതം യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.